അതെ, സുപ്രീം കോടതിയിൽ പോയിട്ട് ചെവിയുടെ കുറ്റിക്ക് അടികിട്ടിയ ഒരു കേസിനെ കുറിച്ച് മുമ്പ് പറയണം കേട്ടല്ലോ. ഇനി അവിടെ നിന്നാൽ 10 ലക്ഷം രൂപ പിഴ കൊടുക്കണമെന്ന് മാത്യു കുഴൽനാടന്റെ ഒരു കേസുണ്ടല്ലോ, അതിനെക്കുറിച്ചല്ലേ അബ്ജോദ് പറയുന്നത് കേട്ടത്. മുഖ്യമന്ത്രിയുടെ മകൾ എനിക്കെതിരെ കേസ് കൊടുക്കുന്നത് വരെ പറയും. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ച കാണാൻ വന്നിരിക്കുന്ന പ്രേക്ഷകരെ നമ്മൾ എന്തിനാണ് വേറെ വഴിക്ക് വഴിതെളിച്ചു കൊണ്ടുപോകുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്മൂലനം ചെയ്യുക, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇല്ലാതെയാക്കുക, അതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റ് ശക്തികൾക്ക് തീറിയിടാനുള്ള സൗകര്യം ഉണ്ടാക്കുക. ബംഗാളിലേക്ക് കോർപ്പറേറ്റ് രാഷ്ട്രീയം, കോർപ്പറേറ്റ് വൽക്കരണം വന്നത് ഏത് കാലത്താണെന്നും ആരായിരുന്നു എന്ന് അവിടുത്തെ മുഖ്യമന്ത്രി എന്നും ഒക്കെ നമുക്കറിയാം. അത് പോട്ടെ, എന്റെ വിഷയം വോട്ടർ പട്ടികയും SIR ഒക്കെയാണ്. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അല്ല, അതിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. ആദ്യം ബംഗാളിനെ കുറിച്ചും ത്രിപുരയെ കുറിച്ച് പറയുമ്പോൾ അബ്ജോദിന് ഇത്തരം പൊള്ളാൻ പാടില്ല. എനിക്കല്ല, ആയിരക്കണക്കിന് നിങ്ങൾ ഒരു പൊള്ളലും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ വന്ന് ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് പൊള്ളലില്ല, പ്രത്യേകിച്ച് നിങ്ങളുടെ ചാനൽ വരാൻ ഒരു പൊള്ളലും ഇല്ല. കാരണം എന്താണ്? ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമായി നിങ്ങളുടെ സ്ഥാപനം ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ കൂടി ഉൽപ്പന്നമാണ്. ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമല്ലാത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണല്ലോ ഇത് പറയുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് കേട്ടു. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അല്ല, ഇപ്പൊ തന്നെ നമ്മുടെ കർണാടകത്തിലെ ഭൂമി കച്ചവടം അല്ലേ ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ വലിയ തെളിവ്. അത് നമുക്ക് ചർച്ച ചെയ്യാം, ഒരു ദിവസം എടുത്ത് ചർച്ച ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനിയിപ്പോ അനിൽകുമാർ അതാണ് ആഗ്രഹിക്കുന്നെങ്കിൽ കേരളത്തിലെ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ എനിക്കൊരു പൊള്ളലുമില്ല അനിൽകുമാർ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കേരളത്തിലെ അസംഖ്യം ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ മുതൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുന്നത് ആരാണ് എന്നത് മുതൽ ഞങ്ങള് കമ്മ്യൂണിസ്റ്റുകാർ ലോകത്ത് എതിർക്കുന്നത് അന്താരാഷ്ട്ര ധനമൂലധനത്തെയാണ്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ദേശീയ മൂലധനത്തെ, പ്രാദേശിക മൂലധനത്തെ പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് കേരളം നിക്ഷേപ സൗഹൃദമാകുന്നത് ചർച്ച ചെയ്യുക തന്നെ വേണം. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നിങ്ങളുടെ മുതലാളിക്ക് കർണാടകത്തിൽ കിട്ടിയതുപോലെ കേരളത്തിലെ ഏതെങ്കിലും മുതലാളിക്ക് എന്തെങ്കിലും കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ചർച്ച ചെയ്യാം. അനിൽകുമാറിന്റെ വോട്ടർ പട്ടികയെ കുറിച്ചൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ അടുത്ത ആളിലേക്ക് പോകാം. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ച കാണാൻ വന്നിരിക്കുന്ന പ്രേക്ഷകരെ നമ്മൾ എന്തിനാണ് വേറെ വഴിക്ക് വഴിതെളിച്ചു കൊണ്ടുപോകുന്നത്? നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. നിങ്ങളിപ്പോ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയല്ലോ ചർച്ച ചെയ്യാമെന്ന്. രാജീവ് ചന്ദ്രശേഖർക്ക് കർണാടകത്തിലെ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയതുപോലെ സത്യത്തിൽ അനിൽകുമാറിന് വോട്ടർ പട്ടികയെ കുറിച്ച് ഒരു പരാതിയുമില്ല. കേരളത്തിലെ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും ക്രമക്കേട് നടക്കുന്നുണ്ടോ എന്ന് പ്രശ്നമില്ല. SIR കുറിച്ച് പരാതിയില്ല. നിങ്ങളിന്ന് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ അടക്കം ഹർജി കൊടുത്തത് വെറുതെയാണ്. അനിൽകുമാറിന്റെ പ്രശ്നം മറ്റെന്തൊക്കെയാണ്. എന്റെ പ്രശ്നം കൃത്യമാണ്. നിങ്ങളുടെയൊക്കെ ഈ കപട രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കലാണ് എന്റെ പ്രശ്നം. അത് നിങ്ങൾ കൂട്ടിക്കെട്ടി നേരിടും, നേരിടുക. നിങ്ങൾ ഉചിതമായ മറുപടി നമ്മുടെ ഭാഗത്തുണ്ട്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അതെ, സുപ്രീം കോടതിയിൽ പോയിട്ട് ചെവിയുടെ കുറ്റിക്ക് അടികിട്ടിയ ഒരു കേസിനെ കുറിച്ച് മുമ്പ് പറയണം കേട്ടല്ലോ. ഇനി അവിടെ നിന്നാൽ 10 ലക്ഷം രൂപ പിഴ കൊടുക്കണമെന്ന് മാത്യു കുഴൽനാടന്റെ ഒരു കേസുണ്ടല്ലോ, അതിനെക്കുറിച്ചല്ലേ അബ്ജോദ് പറയുന്നത് കേട്ടത്. അതിനെക്കുറിച്ച് ഇനിയും പറയും. മുഖ്യമന്ത്രിയുടെ മകൾ എനിക്കെതിരെ കേസ് കൊടുക്കുന്നത് വരെ പറയും. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. കേരളം വിട്ടുകഴിഞ്ഞാൽ ഇതെല്ലാം ഗംഭീരം, കേരളത്തിൽ മാത്രം കുഴപ്പം. ഇതാണല്ലോ ബഹുമാനപ്പെട്ട BJP നേതാവിന്റെ വർത്തമാനം. ഈ വാർഡ് വിഭജനം ഇപ്പോൾ നടന്നല്ലോ. വാർഡ് വിഭജനം നടന്നപ്പോൾ CPM വിഭജിക്കണം എന്ന് തോന്നിയ വാർഡുകളിലൊക്കെ തന്നെ വീടുകളുടെ എണ്ണം കൂട്ടി കാണിച്ചു. വാർഡ് വിഭജനം കഴിഞ്ഞ് വോട്ടർ പട്ടികയൊക്കെ വന്നിട്ട് കഴിഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിങ്ങുകളിൽ കുറേ വീടുകൾ ഇടിച്ചു മാറ്റിയെന്നും അതിൻ്റെ കണക്കിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ അജണ്ട വന്നിട്ടുണ്ട്. തട്ടിപ്പാണല്ലേ അത്? ഇവർ കള്ളക്കണക്ക് കാണിച്ച വീടുകൾ ഇപ്പോൾ ഇല്ല. അതൊക്കെ എല്ലാ കാര്യം കഴിഞ്ഞല്ലോ, വാർഡൊക്കെ വിഭജനം കഴിഞ്ഞല്ലോ. അപ്പോൾ ആ വീടുകളൊക്കെ ഇടിച്ചു, അതായത് 100 കണക്കിന് വീടുകൾ ഒരു വാർഡിൽ ഇടിച്ചു മാറ്റിയതായിട്ട് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച. പല സ്ഥലത്തും അവർക്ക് ഭൂരിപക്ഷമുള്ളത് പാസ്സാക്കി പോയി. കാരണം
വാർഡ് വിഭജന സമയത്ത് വാർഡുകളിൽ വീടുകളുടെ എണ്ണം കള്ളക്കണക്ക് കാണിക്കുന്നു. ആ വീടുകളിൽ അവിടെ ഇല്ല, വല്ല അന്വേഷണം തന്ന പ്രശ്നം, അപ്പോൾ അത് ഇടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് പാസ്സാക്കുന്നു. ഇങ്ങനെ 10,000-കണക്കിന് വോട്ടുകൾ ഓരോ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിൽ ആയിരക്കണക്കിന് വോട്ടുകൾ ഇവർ കള്ള വോട്ട് ചേർത്തിട്ടുണ്ട്, ഡബിൾ വോട്ട് ചേർത്തിട്ടുണ്ട്. ആക്കേണ്ടത് അതിനെയും തരണം ചെയ്ത് പ്രതിപക്ഷ പാർട്ടികൾ ഈ നാട്ടിൽ ജയിച്ചു വരുന്നു എന്നുണ്ടെങ്കിൽ എന്തുമാത്രം ജനവികാരം നിങ്ങൾക്കെതിരായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്, എന്നുള്ള വസ്തുതയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മിസ്റ്റർ അനിൽകുമാർ. രാജേഷ്, നമുക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ നാടിന്റെ നാനാഭാഗത്തുനിന്നും ആളുകളെ എത്തിച്ച് പട്ടികയിൽ പേര് ചേർത്ത് ജയിക്കണമെങ്കിൽ അങ്ങനെയും ജയിക്കുമെന്ന് പറഞ്ഞ ആൾ നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇത് രണ്ടല്ലേ അബ്ജോദെ? അതായത് പിണറായിയിലും കൊടിയേരിയിലും ഒക്കെ തന്നെ തൃശ്ശൂർ വോട്ട് ചെയ്ത ആൾ വേറെ എവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് അനിൽകുമാറെ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ചെയ്തിട്ടുണ്ടോ? അല്ല എന്നാൽ ചിരിക്കുകയല്ല ചെയ്യേണ്ട, ഉത്തരം പറയണം. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ എവിടെയാണ് വോട്ട് ചെയ്ത്? ഡ്രൈവർ വേറെ എവിടെ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇന്ത്യയിൽ ഒരിടത്ത് വോട്ട് ചെയ്തുകൂടെ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ അത് ഉത്തരം പറ. ഒരിടത്ത് എന്താ ധാർമ്മിക പ്രശ്നം? ജമ്മു കാശ്മീരുകാർക്ക് കൂടെ വോട്ട് ചെയ്യാമല്ലോ. അല്ല, ഇദ്ദേഹത്തിന് ജമ്മു കാശ്മീർ ആരോ കൈവശം കൊടുത്തു. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിൽ ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. നാളെ കൊണ്ട് വോട്ട് ഞാൻ ചോദിക്കുന്നത്, സുരേഷ് ഗോപിയുടെ ഡ്രൈവർ വേറെ എവിടെയെങ്കിലും വോട്ട് ചെയ്തോ? അദ്ദേഹം തൃശ്ശൂരിൽ വോട്ട് ചെയ്തോളൂ. തൃശ്ശൂർ വോട്ട് ചെയ്തൂടെ? അത് പറഞ്ഞപ്പോ കേൾക്കുന്നില്ലേ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? ഞാൻ പോയി വരട്ടെ മക്കളെ, 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.